ആർ.കെ. മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് മേലടൂരിൽ പുതിയതായി തുടങ്ങാൻ പോകുന്ന ഒരു ഫാമാണ്. ജോയ് ഫാം എന്ന പേരിൽ തുടങ്ങുവാൻ പോകുന്ന ഈ ഫാം മേലടൂർ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് പൈനാട്ടുകരയിലുള്ള പ്രകൃതി രമണീയമായ ഏകദേശം 7 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫാമിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയുവാനായി ഫാം ഉടമ മേലടൂർ സ്വദേശിയായ ശ്രീ ചക്കാലക്കൽ ജോയ് അവരെ നേരിൽ കാണാം. അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് മേലടൂർ സ്വദേശിയും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടിയായ ശ്രീ ജോർജേട്ടനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ഇപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ചെറിയ ഹാൾ ഉണ്ട് ഇവിടെ. ആ ഹാളില് അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്താം. അവിടെ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാ ലൈറ്റുകളും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സർവ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം ബാർബിക്യൂ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്ത് സൗകര്യമുണ്ട്. ഹാളിൽ നമുക്ക് എത്ര പേരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച്മെന്റും ഇതൊക്കെ ചെയ്യുന്നതിനായിട്ട് അത് നമുക്ക് ഒരു 100 പേർക്ക് ഇതിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റും, ചെയറൊക്കെ ഇട്ടിട്ട്. പിന്നെ നമുക്ക് കൂടുതൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 500 1000 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് സൗകര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് ലോൺ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ഭക്ഷണം കഴിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും കൂടി ഇവിടെ ഉണ്ട്. കറണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കറണ്ട് പോയാലും നമുക്ക് ഈ ബാക്കപ്പിൽ കൂടെ നമുക്ക് എല്ലാം വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഈ ഓപ്പൺ സ്പേസും കണ്ടു. അത് കൂടാതെ വേറെ എന്താ ഇവിടെ ഫെസിലിറ്റി ആയിട്ടുള്ളത്? ഇവിടെ വേറെ ഫെസിലിറ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ഇവിടെ കൈ കഴുകാനുള്ള സൗകര്യമുണ്ട്, ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ കുളത്തിൽ മീനുണ്ട്, ആ മീൻ പിടിക്കാം. മീൻ പിടിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണമെങ്കിൽ ഞാനിപ്പോ മീനെ കാണിച്ചു തരാം. പിള്ളേർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഇത്. പിള്ളേർക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ചായയൊക്കെ കുടിച്ച് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ആണ്, നല്ല കാറ്റ്, നല്ല പച്ചപ്പ്. ഈവനിങ്ങിലൊക്കെ നല്ലൊരു ഇതായിരിക്കും ഈവനിങ്ങിലൊക്കെ.
അക്കോമഡേഷന്റെ ഇത് കാണുന്നുണ്ട്. എത്ര യൂണിറ്റ് ഉണ്ട്, എത്ര റൂംസും അവിടെ ഫെസിലിറ്റി എന്തൊക്കെയാ ഉള്ളത്? അത് 3 BHKയുടെ 2 യൂണിറ്റ് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ആ. അപ്പൊ ഒരു 3 ബെഡ്റൂം ഉണ്ട്, അതില് കിങ് സൈസ് ബെഡുകൾ ഉണ്ട്, ഫുൾ AC ആണ്. എല്ലാം ഫുൾ AC ആണ്. പിന്നെ അത്യാവശ്യം കിച്ചണില് ഒരു റീഹീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹാളുണ്ട്. അത്രയും ഫെസിലിറ്റീസ് ആണ് ഇപ്പൊ ഉള്ളത്. ഏകദേശം നമ്മളൊരു 4 സ്റ്റാർ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത് ഒരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഒരു ഫാം ഹൗസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പൊ ഇത് നമ്മൾ ചെയ്യണത്. കാണാം. ഇതൊക്കെ ഓക്കെ, നമുക്ക് കയറി കാണാം. റൂംസൊക്കെ. തുറന്നിട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ കാണുകയും ചെയ്യാം. നല്ലൊരു വ്യൂ ഉണ്ടാവും അല്ലെ? ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതില് ഒരു എൻട്രൻസ് ഉണ്ട്. ആ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു റൂം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു കപ്പിൾ വന്നു കഴിഞ്ഞാലോ അങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ്ലി കൊടുക്കാൻ പറ്റും അല്ലെ? കുറയ്ക്കാൻ പറ്റും. റൂംസും കണ്ടു. അങ്ങേ വശത്തുണ്ട്. അതും എങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്? ഇതുപോലെ തന്നെ ഒരു റൂം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സെപ്പറേറ്റ് എൻട്രി ഉണ്ട്. ഇതിന്റെ അകത്ത് 3 ബെഡ്റൂമാണ് ഉള്ളത്. ആ 3 ബെഡ്റൂമും നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതേമാതിരി തന്നെ അപ്പുറത്തും ഉണ്ട്. മൊത്തം 6 ബെഡ്റൂമുകളുണ്ട്. ആ 6 ബെഡ്റൂമില് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ അത് അടങ്ങിയതാണ് ഒരു യൂണിറ്റ്. അങ്ങനത്തെ 2 യൂണിറ്റ് ഉണ്ട് ഇവിടെ.
എന്താ വേറെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ഇവിടെ ഡെവലപ്മെന്റ് ഇനിയും കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ വരും. അപ്പൊ അവിടെ അനുബന്ധിച്ച് അവിടെ അതിന്റെ ബാത്റൂംസ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് പഗോഡ ഇട്ടിട്ട് എന്തെങ്കിലും നല്ല പ്രോഗ്രാംസ് നടത്താൻ പറ്റും. അപ്പൊ സ്വിമ്മിംഗ് പൂളിന്റെ മുമ്പിലാവുമ്പോ അതൊരു നല്ല ആംബിയൻസ് ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് സ്ഥലം ഇഷ്ടംപോലെ സ്ഥലം ഇഷ്ടംമാരിയുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് മൊയിലുകളുണ്ട്, അതിനെ കാണാം. ഇവിടെ വരുന്ന പിള്ളേർക്കൊക്കെ നല്ലൊരു രസമായിരിക്കും അല്ലെ? പിള്ളേർക്കൊക്കെ എടുത്ത് ഇങ്ങനെ അവരെ തൊട്ട് നോക്കാം, അവരെ കളിപ്പിക്കാം. ഇവിടെ രണ്ട് വേറെ ഉണ്ട്. ഗോപിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണ ആള്. ഗോപിയുടെ മേൽനോട്ടത്തിലാണ് ഇതിന്റെ മെയിന്റനൻസ് ഒക്കെ നടക്കുന്നത്.